Welcome to Speak Well channel. I am going to talk about the uses of do, does, did. Do, does, did എന്നിവ പ്രധാനമായും നെഗറ്റീവ് സെൻറ്റൻസ്, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ഷോർട്ട് ആൻസർ എന്നിവയിലാണ് ഉപയോഗിക്കാറ്. ഡു, ഡസ് എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നർത്ഥം. ഡിഡ് പാസ്റ്റ് ടെൻസ് ആണ്, ചെയ്തു. ഡു, ഡസ് എന്നിവ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കാറ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തിനാണ് രണ്ട് ഫോംസ് എന്ന് നമുക്ക് സംശയം തോന്നാം. അപ്പോൾ ഡു എന്നുള്ളത് പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയും ഡസ് എന്നുള്ളത് സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പ്ലൂറൽ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഐ, യു, ദേ, വി, വൺ മോർ പേഴ്സൺ, I do, you do, they do, we do, രാമു ആൻഡ് റാണി ഡു എങ്ങനെ ഉപയോഗിക്കാം. ഡസ് സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. ഹി, ഷീ, ഇറ്റ്. ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്. ഡിഡ് പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞല്ലോ. ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് എന്നോ പ്ലൂറൽ സബ്ജക്റ്റ് എന്നോ വ്യത്യാസമില്ലാതെ ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും നമുക്ക് ഡിഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഹി, ഷീ, ഇറ്റ്, ഐ, യു, ദേ, വി. ഹി ഡിഡ്, ഷീ ഡിഡ്, ഇറ്റ് ഡിഡ്, ഐ ഡിഡ്, യു ഡിഡ്, ദേ ഡിഡ്, വി ഡിഡ്. നെഗറ്റീവ് ഫോമിൽ എങ്ങനെയാക്കാമെന്ന് നോക്കാം. ഡൂവിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഡു നോട്ട്, ഡോൺ. ഡസിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഡസ് നോട്ട് അല്ലെങ്കിൽ ഡസിൻറ്റ്. ഡിഡിനെ നെഗറ്റീവ് ഫോമിലേക്ക് ആക്കുമ്പോൾ ഡിഡ് നോട്ട്, ഡിഡിൻറ്റ്. പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ ആണ് ഡു ഉപയോഗിക്കാറ് എന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ നമുക്ക്. ഐ വാക്ക്, ഞാൻ നടക്കുന്നു. ഡു പ്ലസ് വാക്ക്, വാക്ക്. ഐ ഡു നോട്ട് വാക്ക്, ഞാൻ നടക്കുന്നില്ല. നെഗറ്റീവ് സെൻറ്റൻസായി. ഡു യു വാക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം നമുക്ക്. ഡു യു വാക്ക്? ഐ ഡു വാക്ക്. ആൻസറായിട്ട് ഐ ഡു വാക്ക്. വെൻ ഡു യു വാക്ക്? എപ്പോഴാണ് നിങ്ങൾ നടക്കുന്നത്? സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ചേർക്കണം എന്നുള്ളത് മറക്കരുത്. പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ ഡസ് ആണ് ഉപയോഗിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള ഒരു ബേസ് ഫോം സെൻറ്റൻസ് നോക്കുകയും ഷീ വാക്സ്, അവൾ നടക്കുന്നു. ഇതെങ്ങനെ നമുക്ക് നെഗറ്റീവായി പറയാം? അവൾ നടക്കുന്നില്ല. ഷീ ഡസ് നോട്ട് വാക്ക്. ഇവിടെ വന്ന മാറ്റം നോക്കൂ. വാക്സ് എന്നുള്ളത് വാക്കായി മാറി. അതായത് ഡസ് ഉപയോഗിച്ചതുകൊണ്ട് വെർബിൽ എസ്സോ ഇ എസ്സോ ചേർക്കേണ്ടതില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഡസ് പ്ലസ് വാക്ക്, വാക്സ് ആണ്. ഇതിനെ എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കാം? അവൾ നടക്കുമോ? ഡസ് ഷീ വാക്ക്? എങ്ങനെ ആൻസറായി പറയാം? സബ്ജക്റ്റിനെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഷീ ഡസ് വാക്ക്. ഷീ ഡസ് വാക്ക്. അവൾ നടക്കുന്നു. വെൻ ഡസ് ഷീ വാക്ക്? അവൾ എപ്പോഴാണ് നടക്കുന്നത്? ഇപ്പോൾ ഡൂം ഡസും മനസ്സിലായി കാണുമല്ലോ. ഇതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ ഡു ഉപയോഗിക്കണം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ് ഉപയോഗിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഡിഡിനെ കുറിച്ചാണ് പറയുന്നത്. ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തു. അതായത് പാസ്റ്റ് ടെൻസിൽ പറയുന്ന കാര്യങ്ങളാണ് ഡിഡ് ഉപയോഗിച്ച് പറയുക. അതിൻ്റെ ബേസ് ഫോം നോക്കാം നമുക്ക്. ഐ ഗാവ്, ഞാൻ നൽകി. ഐ പ്ലേഡ്, ഞാൻ കളിച്ചു. ഐ കെയിം, ഞാൻ വന്നു. ഐ സോ, ഞാൻ കണ്ടു. ഐ വെൻറ്റ്, ഞാൻ പോയി. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ഡിഡ് ഉപയോഗിച്ച് ചെയ്യാം? ഡിഡ് പ്ലസ് ഗീവ്, ഗാവ്. Did plus play, played. Did plus come, came.
ഡിഡ് പ്ലസ് സി സോ, ഡിഡ് പ്ലസ് ഗോ വെൻറ്റ്. ഇനി നമുക്ക് ഡിഡ് ഉപയോഗിച്ച് എങ്ങനെ കുറേ നെഗറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതായത് ഐ സോ, ഞാൻ കണ്ടു. ഞാൻ കണ്ടില്ല എങ്ങനെ നമുക്ക് പറയാം? ഐ ഡിഡ് നോട്ട് സീ. ഇവിടെ ഡിഡ് വന്നതുകൊണ്ട് സോ അല്ല ഉപയോഗിക്കുക, സി ആണ് ഉപയോഗിക്കുക. ഐ ഡിഡ് നോട്ട് സീ. ഐ സ്റ്റഡീഡ്, ഞാൻ പഠിച്ചു. ഞാൻ പഠിച്ചില്ല എങ്ങനെ പറയും? ഐ ഡിഡ് നോട്ട് സ്റ്റഡി. സ്റ്റഡീഡ് പോയിട്ട് സ്റ്റഡി എന്നായി എന്നോർക്കണം. ഐ കോൾഡ്, ഞാൻ വിളിച്ചു. എങ്ങനെ വിളിച്ചില്ല എന്ന് പറയും? ഐ ഡിഡ് നോട്ട് കോൾ. ഐ കെയിം, ഞാൻ വന്നു. ഐ ഡിഡ് നോട്ട് കം, ഞാൻ വന്നില്ല. ഐ റോട്ട്, അതെങ്ങനെ നെഗറ്റീവായി പറയാം? ഐ ഡിഡ് നോട്ട് റൈറ്റ്, ഞാൻ എഴുതിയില്ല. ഐ വർക്ക്ഡ്, ഞാൻ ജോലി ചെയ്തു. ഞാൻ ജോലി ചെയ്തില്ല എങ്ങനെ പറയും? ഐ ഡിഡ് നോട്ട് വർക്ക്. ഡിഡ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം? നീ പഠിച്ചോ? എങ്ങനെ നമുക്ക് ഡിഡ് ഉപയോഗിച്ച് എഴുതാം? ഡിഡ് യു സ്റ്റഡി? ഇവിടെ സ്റ്റഡീഡ് എന്നുള്ളത് മാറി സ്റ്റഡി എന്നായി. ബേസ് ഫോമാണെന്ന് ഓർമ്മിക്കണം. നീ ജോലി ചെയ്തോ? ഡിഡ് യു വർക്ക്? നീ വിളിച്ചോ? ഡിഡ് യു കോൾ? നീ പോയോ? ഡിഡ് യു ഗോ? ഇനി നമുക്ക് ഡു, ഡസ്, ഡിഡ് ഉപയോഗിച്ചുള്ള സെൻറ്റൻസ് നോക്കാം. നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ? എങ്ങനെ നമുക്ക് ചോദിക്കാം? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കാം? ഡസ് ഹീ സ്പീക്ക് ഇംഗ്ലീഷ്? ഡസ് ഹീ സ്പീക്ക് ഇംഗ്ലീഷ്? അവൻ ഇംഗ്ലീഷ് സംസാരിച്ചോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് ഹീ സ്പീക്ക് ഇംഗ്ലീഷ്? ഡിഡ് ഹീ സ്പീക്ക് ഇംഗ്ലീഷ്? ഡു, ഡസ്, ഡിഡ് ഇവയുടെ ഉപയോഗം, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.